ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ, ഈ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റ് അല്ലെങ്കിൽ പോരായ്മ എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ ആ നിമിഷം തന്നെ അവൻ ചെയ്യാൻ പോകുന്ന ആ തെറ്റിനെ അവിടെ വെച്ച് തടഞ്ഞ് വീണ്ടും തൻ്റെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് തിരികെ കൊണ്ടുവരാനും സാധിക്കും. എന്നാൽ ഇവിടെ വളരെ പ്രയാസമുള്ളൊരു കാര്യം എന്താണെന്നറിയുമോ? ഞാൻ സഞ്ചരിക്കുന്ന പാത അത് ശരിയല്ല എന്ന് തിരിച്ചറിയുവാനുള്ള ആ ഒരു ബുദ്ധിവിശേഷം അവൻ ആ ഉചിതമായ സമയത്തു തന്നെ ലഭിക്കുക എന്നത് വളരെ പ്രയാസമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് വേണ്ട ബുദ്ധി ആ വേണ്ട സമയത്തു തന്നെ ഉദിക്കാത്തത്? അതിന് കാരണം ഇതാണ്. ശ്രദ്ധിക്കൂ, ഈ മനസ്സ് എത്ര കണ്ട് ബഹിർമുഖമായി പുറമേയുള്ള വസ്തുക്കളിലും വ്യക്തികളിലും സുഖത്തെ അതുപോലെ സന്തോഷത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ടോ, അത്ര കണ്ട് ഈ മനസ്സിന് ശരിയും തെറ്റും എന്താണെന്ന് വേർതിരിച്ചറിയുവാനുള്ള ബുദ്ധിയും ദിനം പ്രതി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനർത്ഥം സദാ ഈ മനസ്സിനെ അന്തർമുഖമാക്കാനുള്ള പരിശീലനം നമ്മൾ ബോധപൂർവം മുൻകൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ ബഹിർമുഖമായി സഞ്ചരിക്കുന്ന ഈ മനസ്സ് തന്നെ നമ്മളെ ബൃഹത്തായ പ്രയാസങ്ങളിൽ കുരുക്കിയിടുന്നതാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വരാം. നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകമാണ്. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാത് രപതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗ അസക്ത സവിശിഷ്യതേ. സ്വാമി ചിന്മയാനന്ദജി ഈ ശ്ലോകത്തിന് വളരെ മനോഹരമായ ഒരു ഉദാഹരണം നമുക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ ഉദാഹരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് ഓർമ്മയുണ്ടെങ്കിൽ ഒന്നുകൂടി കേൾക്കും. നമ്മുടെ മൊബൈലെടുത്ത് അതിലെ ക്യാമറ നമ്മൾ എത്ര സമയം ഓണാക്കി വെച്ചാലും ആ ഫോട്ടോ നമ്മുടെ മൊബൈലിൽ ക്യാപ്ചറായിട്ട് നമുക്ക് ലഭിക്കില്ല. കാരണം എന്താണ്? കാരണം നമ്മൾ ആ ഫോട്ടോ എടുക്കേണ്ട ബട്ടൺ അമർത്തുന്നതേയില്ല. ഇനി ശ്രദ്ധിക്കൂ, ഈ ഉദാഹരണത്തെ ഈ ശ്ലോകവുമായി എങ്ങനെയാണ് ബന്ധിപ്പിക്കുക? മനസ്സിൽ പൂർണ്ണമായ അനാസക്ത ഭാവത്തോടെ, സമർപ്പണ ഭാവത്തോടെ ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും അതിലൂടെ ഒരിക്കലും നമ്മുടെ മനസ്സിൻ്റെ ശാന്തതയ്ക്ക് അല്ലെങ്കിൽ സംതൃപ്തിക്ക് കുറവ് സംഭവിക്കുകയും, എന്നാൽ വാസനകൾ കൊണ്ട് മൂടപ്പെട്ടൊരു മനസ്സോടെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഈ മനസ്സിൽ വീണ്ടും വീണ്ടും പുതിയ വാസനകളെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഈ വാസന എന്നാൽ എന്താണ്? വാസനകൾ എന്നാൽ അനേകം ജന്മങ്ങളായി ഈ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചിന്തകളുടെ ഒരു ശേഖരമാണ്. ആ ചിന്തകളിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, രാഗദ്വേഷങ്ങളുണ്ട്, ഭയം, ക്രോധം തുടങ്ങിയ എല്ലാത്തരം ചിന്തകളും ഈ വാസനകളിലുണ്ട്. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ നമ്മോട് നിർദ്ദേശിക്കുന്നത് കർമ്മങ്ങളെ അനാസക്ത ഭാവത്തോടെ നിർവഹിക്കുവാനാണ്. അതിലൂടെ മനസ്സിൽ പുതിയ പുതിയ വാസനകൾ രൂപപ്പെടുന്നതിനു പകരം ഇതുവരെ മനസ്സിലുള്ള വാസനകളെ ദഹിപ്പിച്ചു കളയുവാനുള്ള ഉപാധിയായി ആ കർമ്മം മാറുന്നതാണ്. അങ്ങനെ അത് കർമ്മയോഗവുമാകും. അങ്ങനെ ഈ ഇന്ദ്രിയങ്ങളെ അനാവശ്യമായ മേഖലകളിൽ അഴിച്ചുവിടുന്നതിനെ തടഞ്ഞ് ഇതിനെ നമ്മൾ തീരുമാനിച്ച ഒരു കർമ്മത്തിൽ ഏകാഗ്രമാക്കുമ്പോൾ അവിടെ നമുക്ക് ആന്തരികമായ ഊർജത്തെ ലാഭിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ മനസ്സിലെ ആന്തരികമായ ഈ ഒരു അനാസക്ത ഭാവം കാരണം കർമ്മങ്ങളിലൂടെ പുതിയ വാസനാമാലിന്യം രൂപപ്പെടുന്നതിനു പകരം ഇതേ കർമ്മങ്ങൾ ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഈ വാസനകൾ എന്ന മാലിന്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഊർജ്ജം അനാവശ്യമായി നഷ്ടമാകുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ലാപ്ടോപ്പോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ എടുത്ത് ക്ലാസ്സിനിരിക്കാൻ തയ്യാറാകുന്ന സമയത്തായിരിക്കും ഈ മനസ്സിലെ വാസനകൾ കാരണം നമ്മുടെ വിരലുകൾ അറിയാതെ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നത്. അങ്ങനെ കുറച്ചു നേരം ഇൻസ്റ്റാഗ്രാം നോക്കും, പിന്നീട് ഫേസ്ബുക്ക്, പിന്നീട് യൂട്യൂബ്. നോക്കൂ, നമ്മളിവിടെ വന്നിരുന്നത് പഠിക്കാനായിരുന്നു.
പക്ഷേ മനസ്സിലെ വാസനകൾ കാരണം പഠിക്കുവാൻ വേണ്ടതായ നമ്മുടെ ഊർജത്തെ ആ സോഷ്യൽ മീഡിയ നോക്കി നാം നഷ്ടമാക്കി കളഞ്ഞു. എന്നാൽ ഇവിടെ ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്നതായ ഒരു ജീവിത രീതിയിൽ നമ്മൾ ശ്രദ്ധയോടെ വിശ്വാസത്തോടെ അനുഷ്ഠിക്കുവാൻ തയ്യാറായാൽ വിശാലമായ സാധ്യതകളിലേക്ക് ഉയരുവാൻ സാധിക്കുന്ന ഈ മനസ്സിനെ പിടിച്ചു താഴ്ത്തി കുരുക്കിയിടുന്ന ഇതേ കർമ്മ മേഖലകൾ തന്നെ ആത്മമോചനത്തിനുള്ള ഒരു കലയായി മാറുന്നതാണ്. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് ചോദിക്കൂ. എത്ര കണ്ട് സംശയങ്ങൾ രൂപപ്പെടുന്നുണ്ടോ അതിനർത്ഥം നാം ആ കാര്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുന്നു എന്നതാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും പ്രണാമം. ഹരി ഓം.